ഓം ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത 1 day 1 ശ്ലോകം. ടുഡേ 825th day. പ്രഥമസ്കന്ധം 8th chapter 47th ശ്ലോക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. പ്രഥമസ്കന്ധം 8ാം അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. വ്യാസാദീരീശ്വരേഹാജ്ഞി കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോ വിതിഹാസേ നാബുദ്ധ്യത ശുചാർപ്പിത. ഓം തത്സത്. ഇപ്രകാരമെല്ലാം പറഞ്ഞിട്ട് പോകാൻ പുറപ്പെട്ടപ്പോൾ ധർമ്മപുത്രർ പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. വീണ്ടും ധർമ്മപുത്രർക്ക് വ്യാസൻ മുതലായിട്ടുള്ള എല്ലാ മഹർഷിമാരും ശ്രീകൃഷ്ണ ഭഗവാൻ താൻ തന്നെ ഉപദേശങ്ങൾ നൽകി പഴയ ഇതിഹാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാന് പോയേ പറ്റൂ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ അത്ഭുതകർമ്മനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛ പോകാതിരിക്കുക എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ധർമ്മപുത്രർ ശ്രീകൃഷ്ണ ഭഗവാൻ പോകുന്നത് ഒട്ടും സമ്മതിച്ചില്ല. ന അബുദ്ധ്യത. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും ധർമ്മപുത്രർക്ക്, ദുഃഖിതനായിട്ടുള്ള ധർമ്മപുത്രർക്ക്, യുധിഷ്ഠിരന് ബോധിച്ചില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഭഗവാനും പോകാൻ ഇച്ഛിച്ചിരുന്നില്ല. ഭീഷ്മരെ കണ്ട് ഭീഷ്മരിൽ നിന്നും ധർമ്മപുത്രർക്ക് ഉപദേശം ലഭിക്കണം. ഭഗവാൻ ഭീഷ്മപുത്രർക്ക് അനുഗ്രഹം നൽകി ഭീഷ്മരെ ദേഹത്യാഗത്തിന് സാക്ഷ്യം വഹിക്കണം. ഇപ്രകാരമൊക്കെ ഉള്ളത് ഭഗവാൻ തൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ധർമ്മപുത്രരെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് താൻ പോകാതിരിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് അത്ഭുതകർമ്മണ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വ്യാസാദീരീശ്വരേഹാജ്ഞൈ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോ വിതിഹാസേ നാബുദ്ധ്യത ശുചാർപ്പിത. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.